ഒരു ഗൂർക്കയുടെ വില എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഈ കോളനിയിൽ ആട്ടും തോലിട്ട് നടന്ന ഒരു ചെന്നായെ ഗൂർക്ക പിടികൂടി. ട്രാവൽ ഏജൻസിയുടെ ഒരു ബോർഡും വെച്ച് ആ കള്ളൻ മാധവൻ ഇവിടുത്തെ വീടുകളുടെ ഭൂമിശാസ്ത്രം മനസ്സിലാക്കുകയും കോളനിയിൽ ഒരു ഭീകര അന്തരീക്ഷം ഉണ്ടാക്കുകയും ചെയ്തു. ഈ കോളനിയിലെ സെക്രട്ടറി എന്ന നിലയിൽ ഇവിടുത്തെ ആളുകളുടെ നന്ദിയും സ്നേഹവും ഗൂർഖ രാം സിംഗിനെ ഞാൻ അറിയിക്കുന്നു. മറുപടി പ്രസംഗത്തിനായി ശ്രീമാൻ രാം സിംഗിനെ ഞാൻ ക്ഷണിക്കുന്നു. രണ്ട് വാക്ക് പ്ലീസ്. भाइयों और बहनों, चोर मचाए शोर. चोर ने पिड़कल हमारा काम है. ചോറിനെ പിടിക്കേ? മാഫ് കീജിയെ, ചോറെന്ന് പറഞ്ഞാ നമ്മൾ തിന്നുന്ന ചോറല്ല, ചോർ കള്ളൻ. ഹം കെൽട്രോൺ में 10 चोर को पकड़ा. 10 കള്ളന്മാരെ പിടിച്ചു. 10 കള്ളന്മാരോ? आज हिंदुस्तान में हमारा ഗൂർഖ ഫാമിലി ബഹത്ത് नहीं. ഇന്ന് കോട്ടയത്തൊരു കോളനിയിലെ ചില ആൾക്കാർ വന്നിരുന്നു. അവർ ഹംകോ 100 രൂപ കൂടുതൽ തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇപ്പൊ തരുന്നതിന് 150 രൂപ കൂടുതൽ തരും. ये निर्देश हम परिगण करेगा. भाइयों और बहनों, एक गरीबी गुरखा से इतना बड़ा प्यार आप लोग दिया. നിങ്ങളുടെ ഈ പ്യാർ ഇനിയും ഇനിയും ചോറുകളെ പിടിക്കാൻ മുझको പ്രചോദനം തരട്ടെ. ജയ് ഹിന്ദ്. ടീച്ചറെ, ടീച്ചർ എന്താ ഇവിടെ? ഞാൻ മാധവനെ ഒന്ന് കാണാൻ ഇറങ്ങിയതാ. എന്താ ഇതൊക്കെ? മേലുവേദനക്കുള്ള മരുന്നാ. ടീച്ചർ അറിഞ്ഞില്ലേ, എനിക്ക് ഇന്നലെ സൗജന്യമായിട്ട് കുറച്ച് തല്ല് കിട്ടി. ഞാൻ അറിഞ്ഞു. ഓ, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. മാധവനിൽ നിന്നും ഞാനിത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ടീച്ചർക്ക് വട്ടുണ്ടോ? ഉണ്ട്. ഒരു കള്ളനെ മാന്യനായി കരുതുന്നതും വട്ടാണല്ലോ. ടീച്ചർ, എനിക്കത് നിയന്ത്രണം വിട്ടുപോകും. ആളുകൾ എങ്ങനെ തല്ലിയപ്പം മാധവൻ ഭയങ്കര നിയന്ത്രണത്തിലായിരുന്നെന്ന് കേട്ടു. നിലവിളിച്ചല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉണ്ടാക്കില്ലെന്ന് അറിഞ്ഞത്. ടീച്ചറോടായതുകൊണ്ട് ഞാൻ സത്യം പറയാം, കോളനിയിലെ മറ്റെരപ്പാളികളൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ ഇന്നലെ കള്ളനായി അഭിനയിച്ചതാണ്. അത് കള്ളം. ഏത് കള? സംശയം ഉണ്ടെങ്കിൽ ടീച്ചർ സേതുവിനോട് ചോദിച്ചു നോക്ക്. സേതു? അതെ, നമ്മുടെ നേപ്പാളി ഗൂർഖ ഭീം സിംഗിന്റെ മകൻ രാം സിംഗ്. ടീച്ചർ അവന്റെ കഞ്ഞി പാറ്റേറുണ്ട്. എനിക്ക് ഏതായാലും കിട്ടാനുള്ളത് കിട്ടി. അവൻ ഗൂർഖയൊന്നുമല്ല, കോട്ടക്കാട്ട് അംശാധികാരിയായിരുന്ന ഗോവിന്ദൻകുട്ടി മേനോന്റെ മകൻ സേതു. അവൻ ഓഹോ, കള്ളനെ പിടിച്ചില്ലെങ്കിൽ ജോലി പോകുന്ന ആ പ്രാന്തി തള്ള ആ സെക്രട്ടറി അവനോട് പറഞ്ഞു. കള്ളനെ പോക്കറ്റിലിട്ട് നടക്കല്ലേ വിചാരിക്കുമ്പോ പിടിക്കാൻ. ടീച്ചർക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാ മതി. അല്ല, എന്നെ എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? എനിക്കെന്റെ പാസ്പോർട്ട് വേണം. മാധവനെ ഇനി ആ കോളനിയിൽ കേട്ടില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നോട് കളിച്ച കോളനി ഞാൻ ചുട്ടുകരിക്കുന്ന അവരോട് പറഞ്ഞേക്ക്. മഹാപെശകാ ഞാൻ. ഓ, പാസ്പോർട്ട് അടുത്ത തിങ്കളാഴ്ച റിന്യൂ ചെയ്ത് കിട്ടും. അപ്പൊ അങ്ങോട്ട് കൊടുത്തേച്ചേക്കാം. തിങ്കളാഴ്ച മറക്കരുത് കേട്ടോ. പൂവുകൾ തെണ്ടും പൂമ്പാറ്റ, പൂമ്പൊടി പൂശും പൂമ്പാറ്റ, പൂന്തേനുണ്ണും പൂമ്പാറ്റ, പൂവിലുറങ്ങും പൂമ്പാറ്റ. चल 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 मेरे हाथी, चल 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 मेरे साथी, चल चल. ആ പൂമ്പാറ്റയുടെ പാട്ട് ഒന്നുകൂടെ പാടും. क्या? പൂമ്പാറ്റ का गान एक बार फिर. टीचर जी, हम 15 साल के पहले खेल में आ गई, इसलिए हमको. ഓ, രാം സിംഗിന്റെ അച്ഛന്റെ പേര് എന്താന്നാ പറഞ്ഞത്? ഭീം സിംഗ്. രാം സിംഗിന് സേതു സിംഗ് എന്നൊരു സഹോദരനുണ്ടോ? സേതു സിംഗ്. സേതു സിംഗ്? नहीं नहीं नहीं. അപ്പൊ ഈ കോട്ടക്കാട് അംശാധികാരിയും രാം സിംഗും തമ്മിലുള്ള ബന്ധം എന്താ? മാധവനെ കണ്ടു അല്ലേ? അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത്രയും തല്ല് കിട്ടിയ ആരും തകർന്നു. എന്നാ പിന്നെ ഞാൻ പൊക്കോട്ടെ ടീച്ചർ. എങ്ങോട്ട്? അല്ല, എന്നെ കോളനിയിൽ ഇനി നിർത്തില്ലല്ലോ. ഞാൻ സേതുവിന്റെ കഞ്ഞോട്ട് മുട്ടിക്കുന്നില്ല. കഥകളൊക്കെ മാധവൻ പറഞ്ഞു. ദുബായ് ഇപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് ഒടുവിൽ ഇവിടെ എത്തിയതല്ലേ? അതെ ടീച്ചർ, തിരിച്ചു പോകാൻ ഒരു ഇടമില്ലാഞ്ഞിട്ടാ ഈ കോമാളി വേഷം കെട്ടിയത്. അല്ല, ടീച്ചറിന്റെ ഭർത്താവ് വിചാരിച്ച ഗൾഫിൽ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടും. അവിടെ ബാലേട്ടന് അത്ര വലിയ പരിചയമൊന്നും ആയിട്ടില്ല. എങ്കിലും ഞാൻ എഴുതി നോക്കാം. ഏതായാലും വേഷം കെട്ടിയില്ലേ, നല്ല വേഷ, പെട്ടെന്ന് ഊരണ്ട.
ചൽ ചൽ പൂവുകൾ തെണ്ടും പൂമ്പാറ്റ പൂമ്പൊടി പൂശും പൂമ്പാറ്റ. അവൻ ഈ കോളനി തന്നെ ചുറ്റിക്കൊണ്ടിരിക്കണം. എടാ ഈ കോളനിയോട് ഇനിയും പോയില്ലേ നീ? ഞാൻ അവളെ ഇനി ഈ കോളനി കണ്ടുപോയത് പറഞ്ഞേക്കാം. ഞാൻ പിടിക്കാം ഞാൻ പിടിക്കാം ഓടിച്ചോളും. ഞാൻ പിടിക്കാം. ഊർക്കൊന്നല്ലോ. ഏയ് കേറോ. ദാ. ഏയ് ആ ഞാനാ അതുകൊണ്ട് തന്നെ ഓടിയത്. തൃപ്തിയായല്ലോ നിനക്ക്. അന്ന് രാവിലെ ബാഗും പിടിച്ചുകൊണ്ട് വീടിന്റെ മുമ്പ് നിന്നെ കണ്ടപ്പോഴേ ഞാൻ കരുതിയത് എന്തോ ആപത്ത് വരാൻ പോകുന്നുണ്ടെന്ന്. നീ തന്നെയല്ലേ പ്ലാൻ ഉണ്ടാക്കിയത്? ഞാൻ പറഞ്ഞ കള്ളനാവൻ. എന്റെ തടി ചീത്തയായാലും നീ നല്ല പേരെടുത്തല്ല, അത് മതി. ഏതായാലും ഞങ്ങൾ ഓഫീസ് മാറാൻ പോവാ. ഇവിടെ ശരിയാവില്ല. ഞാൻ കാരണം നിനക്ക് ഒരുപാട് തല്ല് കിട്ടിയല്ലേ? തല്ല് കിട്ടുമ്പോ എനിക്ക് നിന്നെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. ഏതായാലും ഇതൊരു നല്ല അനുഭവമല്ലേ. നേര് പറയട്ടെ, എനിക്ക് നല്ല വൃത്തിയായ ഒരു തല്ല് കിട്ടേണ്ടത് അത്യാവശ്യമായിരുന്നു. എന്തിന്? നിന്നെ പോലുള്ള ആളുകളെ സഹായിക്കാൻ പാടില്ല എന്നുള്ളൊരു പാഠം പഠിച്ചില്ലടാ. നീ എന്നെ തല്ലൊന്ന് പേടിച്ചിട്ടാ ഞാൻ വീട്ടിലോട്ട് വരായിരുന്നു. അത് നന്നായി. ഞാൻ തല്ലുമായിരുന്നു. പക്ഷെ സാരമില്ല, ഇനിയെങ്കിലും ജോലി കളയാതെ നോക്കിക്കോ. ഞാൻ ബാംഗ്ലൂരിൽ മാറ്റം വാങ്ങിക്കാൻ പോവാ. അതിലിടക്ക് പെട്ടെന്ന് ഓഫീസ് ഷിഫ്റ്റ് ചെയ്യണം. അതിനു വേണ്ടിയാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. ശരിയായില്ല, നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ജോലി കളഞ്ഞ ഇനിയും എന്നെ അന്വേഷിച്ച് വരല്ലേ. ഞാൻ എന്നും നിന്നോട് കടപ്പെട്ടിരിക്കുന്നു. ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല. ഞാനും നിന്നെ ഒരു കാലത്ത് മറക്കില്ലടാ. ഭാരതി, ആ വീടിന്റെ താക്കോലെ കൊടുത്തോളൂ. സർക്കിൾ ഇൻസ്പെക്ടർ വന്നു. വീട് നല്ല ഒന്നാന്തരം വീടാ. ഇങ്ങോട്ട് കേറിയിരിക്കായിരുന്നല്ലോ. വേണ്ട, സമയമില്ല. ഒന്ന് വേഗം കൊണ്ടുവരൂ. എന്റെ ഭാര്യയാണ്. വേണ്ട, അങ്ങോട്ട്. വീടൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം. അതിനൊരാള് വേണല്ലോ. ആളിപ്പോ രാംസിംഗ് ഇവിടെ വരിക. ഒന്ന് വേഗമാണോ ഊർക്കെ. ഇയാളെ ഏൽപ്പിക്കാം. ഇയാൾ ഗൂർഖയാണോ? ജി സാബ്. हम लोग नेपाल में बचपन से केरला आ गई. കണ്ടാ മലയാളമാണെന്ന് തോന്നുന്നു. മലയാളം അറിയാവോ? ജി സാബ് അറിയാം. ഞാനും കുടുംബവും നാളെ ഇവിടെ താമസത്തിന് വരിക. വീടൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം. സാബ് മനസ്സിലായോ? ഞാൻ താക്കോലെ. വരട്ടെ, കാണാം. ശരി. गुड मॉर्निंग साहब. എന്ത് തീരുമാനിച്ച്? കളിക്കാട്ടെ കുളി കഴിഞ്ഞ? നമ്മളെ വിളി കഴിഞ്ഞ്.
നിങ്ങളെന്ത് തീരുമാനിച്ചു? എന്ത്? അത് ശരി. എടാ പവിത്ര നമ്മളെ വെല്ലിമ്മന്റെ കാതിലെ അലിക്കത്തിപ്പം ബുഗും ബുഗും എന്ന് വിചാരിച്ചിട്ട് പോത്തിങ്ങൽ അതിർമാന് വരിക്കോലി ചന്ത വരെ പോയ കളിഞ്ഞ് നടക്കൂല മോനെ. ഒന്നൊക്കിരി വാടകയില്ല. അല്ലി പെട്ടിയെടുത്തോ അറിയിച്ചോ. എടോ, മനുഷ്യനായ കുറച്ച് നാണോ മാനോ ഒക്കെ വേണം. നമുക്ക് മുറി പോയി സംസാരിക്കാം. അവിടെ പോയിരുന്നു. ആരെ കാര്യം പറയും. അയലത്തുകാരൊക്കെ കേട്ടോണ്ടിരിക്കുന്നു. അവർക്ക് എന്ത് തോന്നുന്നു? തോന്നിട്ടോ നമ്മളെ ചെലവില് വാടക തരാതെ ഓസി കഴിയുന്നത് 10 ആളറിയട്ടെ. ഞാൻ ഇവിടെ നിന്ന് പോയാൽ പിന്നെ വാടക കാര്യം ഇതുവരെയുള്ള വാടക തന്നില്ലെങ്കിൽ കുഴപ്പമില്ല. താനൊന്ന് ഇവിടെ നിന്ന് ഇറങ്ങി തന്നാ മതി. ഓഹോ, അങ്ങനെ ഇറക്കണമെന്ന് കാണുമല്ലോ. എന്താ ഞാൻ ഇറങ്ങൂല? താനല്ല തന്റെ വല്യാപ്പ വിചാരിച്ചാൽ ഞാൻ ഇറങ്ങൂല. എടാ വാടക വയ്ക്കുമ്പോ വല്യാപ്പ എന്റെ പേര് പുറത്തുനിന്ന് പറഞ്ഞാൽ എന്താന്ന് പുരിയാണോ ഇത്ര? ഇന്ന് രണ്ടിലൊന്നും അറിയണം. വാടക വയ്ക്കുമ്പോ വല്യാപ്പനെ പറയാം അടിച്ച് 3 പൊടിച്ചാണെന്ന് അയച്ച മോൻ. ഞാൻ പാവാന്ന് വിചാരിച്ചിട്ടാണ്. എക്സാം എടുത്തല്ലേ? പക്ഷെ മിക്കവാറും പൊട്ടും. എന്താ? മനസ്സമാനത്തോടെ 4 അക്ഷരം പഠിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ലല്ലോ. വഴക്കിന്റെ കാര്യമാണോ? ഞങ്ങൾ വെറുതെ തമാശക്ക്. തമാശക്കൊന്നുമല്ല. നിങ്ങൾ 3 മാസമായി റെന്റ് കൊടുത്തിട്ടില്ലല്ലോ. 3 പേര് കൂടി ഒരു വീട് ഷെയർ ചെയ്യുമ്പോ ഒരാൾ മാത്രം റെന്റ് കൊടുക്കാതിരുന്ന മോശമല്ലേ? ഇപ്പൊ കാര്യങ്ങളൊക്കെ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? സംഗതി എന്താണെന്നറിയാം. ബ്ലേഡ് കമ്പനി വലിയ പ്രോഗ്രസ് ഒന്നുമില്ല. ചെറിയാച്ചൻ ഇത്തിരി ഞെരുക്കത്തില്ല. ഡെപ്പോസിറ്റ് ചെയ്തവരെല്ലാം ചേർന്ന് ചെറിയച്ഛനെ നെരുക്കി കൊല്ലാൻ പോവാന്ന് അങ്കിള് പറയുന്നത് കേട്ടു. അങ്ങനെ ഒരു ടോക്ക് പറഞ്ഞിട്ടുണ്ടോ? എന്റെ ഗുരുവായൂരപ്പാ. ജോലിക്കാരൻ മാത്രമാണെന്ന് ചെറിയാച്ചൻ നിങ്ങളുടെ കാശ് എന്റെ ഒന്നും ഏൽപ്പിച്ചിട്ടില്ല. താനറിയാതെ ചെറിയാച്ചൻ എങ്ങും പോകത്തില്ലെന്ന് ഉറപ്പാ. ചെറിയാച്ചൻ രൂപമായി പെട്ടിയിലിട്ട് ഒപ്പിടിച്ച ഞാൻ തന്നെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പം എന്താ കുന്നമ്പുറത്ത് ഫൈനാൻസിലെ ഒരു സാധാരണ ജോലിക്കാരനാണ് സാർ. നീയൊക്കെ നാട്ടുകാരെ പറ്റി ജീവിക്കറിയിക്കല്ലേ? ഞാനൊന്നും ചെയ്തില്ലെന്ന്. ഇറങ്ങി വാ. വേണ്ട വേണ്ട വേണ്ട. ഇരിക്കുകയാണെങ്കിൽ അകത്ത് വെച്ചിരിച്ചാൽ മതി. പുറത്ത് വെച്ചാൽ വെളിയിൽ ആണെന്ന് കാണും. ഇങ്ങോട്ട് ഇറങ്ങിയോടോ. നില്ലങ്ങോട്ട്. സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീധര മേനോൻ തന്റെ ബന്ധുവാണ്. സർക്കിൾ ഇൻസ്പെക്ടർ ബന്ധു? ആ ഉണ്ടാവും. ഞങ്ങളുടെ ഒരു വലിയ കുടുംബമാണ് സാർ. പുള്ളി എനിക്ക് നേരിട്ട് പരിചയമില്ല. പക്ഷേ ഒരു സർക്കിൾ ഇൻസ്പെക്ടറൊക്കെ ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാവും. അദ്ദേഹം നേരിട്ട് വിളിച്ച് പറഞ്ഞതുകൊണ്ട് ഇപ്പൊ ഏതായാലും വിടുന്നു. എപ്പ അറിയിച്ചാലും ഇങ്ങ് വന്നേക്കണം. സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീധര മേനോൻ ആരാടാ അത്? ചിലപ്പോ ആള് മാറിപ്പോയതായിരിക്കും. ഇതല്ല, എനിക്ക് തോന്നുന്നത് എന്റെ കവിതകൾ സ്ഥിരമായിട്ട് വായിക്കുന്ന ഒരു ആരാധകനായിരിക്കും ഈ സർക്കിൾ ഇൻസ്പെക്ടർ. അതേതായാലും ഉണ്ടാവില്ല. നിന്റെ ഏതെങ്കിലും ഒരു കവിത വായിച്ച മനുഷ്യനാണെങ്കിൽ നിന്നെ ആയുഷ്കാലം മുഴുവനും ലോക്കപ്പിലിടാനേ അയാൾ പറയുള്ളൂ. അല്ല, നീയും അടുത്ത വീട്ടിലെ പെണ്ണും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? അയ്യേ, എന്ത് ബന്ധം? അവളുടെ അച്ഛൻ ആ വകുപ്പാണെന്നാ തോന്നുന്നേ. ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീധരമേനോനെ ഒന്ന് കിട്ടുമോ? എന്നൊക്കെ ഫോണിൽ വിളിച്ച് കൂന്നു കേൾക്കാം. ശരിയാണ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേൾക്കലുണ്ട്. എന്നാലേ ഇതോളെ വാപ്പ തന്നെ. അത് തനിക്ക് ഇങ്ങനെ അറിയാം? വിവരമുള്ളവർക്ക് കേട്ടാ മനസ്സിലാവില്ല. അച്ഛനും മോളും സംസാരിക്കുന്നതൊക്കെ. അയാൾ അവിടെ വരാറുണ്ടോ? അതേ കണ്ടില്ല. ഇതോളെ അമ്മാവന്റെ വീടാണെന്നാ തോന്നുന്നത്. അവിടെ ഒരു തടിമാറിനുണ്ട്. അതായത് എന്താ അങ്കിളും ഇങ്കിളും എന്നൊക്കെ ഇങ്ങനെ വിളിക്കുന്നേക്കാം. അല്ലാതെ